കോഴിക്കോട് താമരശ്ശേരിയിലെ വിവാദ കോഴി അറവ് മാലിന്യ സംസ്കരണ കമ്പനിയായ ഫ്രഷ് കട്ടിന് ഇന്നലെയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. നടപടിയിൽ വലിയ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും സമരസമിതി പ്രവർത്തകരും. ഫ്രഷ് കട്ട് വിരുദ്ധ ജനകീയ സമരപന്തലിൽ നിന്നും ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 6 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കും സമര പോരാട്ടങ്ങൾക്കും വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് വിരുദ്ധ ജനകീയ സമിതി പ്രവർത്തകരുള്ളത്. കഴിഞ്ഞ 6 വർഷക്കാലം അവർ വലിയ സമര പോരാട്ടങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ, ഈ പ്ലാന്റിന്റെ നിർമ്മാണം അല്ലെങ്കിൽ പ്ലാന്റിന്റെ പ്രവർത്തനം കൊണ്ട് 4000-ലധികം ആളുകളെ അത് നേരിട്ട് ബാധിക്കുകയും നിരവധി ആളുകൾക്ക് രോഗങ്ങൾ വരികയും ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ, വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെയായിരുന്നു ഈ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങളുടെ ഏറെ നാളത്തെ ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ ഒരു അവസാനം വന്നിരിക്കുന്നത്. അതെ, അറിയാം. നമുക്ക് ഏതാണ്ട് 6 വർഷത്തിലധികമായി ജനങ്ങൾ ഈ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടിയിട്ട് ഇവിടെ പോരാട്ടം നടക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ളൊരു വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. വലിയ സമര പോരാട്ടങ്ങൾ നടന്നു. അതിന്റെ ഭാഗമായി നിരവധി ആളുകൾ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിൽ പോയ ആളുകളുടെ ഫ്ലക്സുകൾ ഉൾപ്പെടെ നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി പുറത്തേക്ക് ഇറങ്ങുന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഏറെ നാളത്തെ ഒരു സമര പോരാട്ടത്തിനാണ് ഒരു വിജയം വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 4000-ഓളം കുടുംബങ്ങൾ, 3 പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു അവസാനം കണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വേറൊന്നും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിലല്ല ഞങ്ങൾ ഇറങ്ങിയത്. ശുദ്ധവായു, ഞങ്ങൾ ജീവിക്കാനുള്ള ശുദ്ധവായു ശുദ്ധജലത്തിനും വേണ്ടിയിട്ടാണ്. വളരെയധികം സന്തോഷത്തിലാണ് ഇന്നലത്തെ ആ ഒരു ദിവസം. ഇത്ര പറഞ്ഞാലും ഇപ്പോൾ സർക്കാരിനോട് വളരെയധികം സന്തോഷമുണ്ട്. അഭിനന്ദനം പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. അപ്പം ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വലിയ സന്തോഷത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിക്കെതിരെ നിരവധി തവണ പല പരാതികളും പോയി, പലതരത്തിലുള്ള നടപടികളും ഈ കമ്പനിക്കെതിരെ ഇതിനു മുൻപും വന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ കാണിച്ചാൽ 2020 ഞങ്ങൾ കൊടുത്തത്, 2019 കമ്പനി വന്നത്. 2020 മുതൽ 11ഓളം അതോറിറ്റികൾക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പല പ്രാവശ്യവും പുഴ മലിനമാക്കിയതിൻ്റെ വീഡിയോസാണത്. പഞ്ചായത്ത് സെക്രട്ടറി, തഹസിൽദാർ അടക്കം ഇവിടെ വന്ന് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2024 21/5/2024 37,10,000 രൂപ PCB, സ്റ്റേറ്റ് PCB ഇവർക്ക് പുഴ മലിനമാക്കിയതിന് ഫൈന് അടപ്പിച്ചതാണ്. ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ത്യാഗങ്ങൾ സഹിച്ച് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം, സമര പോരാട്ടങ്ങൾ, അതിനെല്ലാം തന്നെ ഒരു ശാശ്വത പരിഹാരമായിരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് അവരുള്ളത്. കമ്പനി ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാൻ ഉൾപ്പെടെ സാധ്യതകളുണ്ട്. എങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഈ ഒരു നിലപാട്, അതിൽ വലിയ സന്തോഷത്തിലാണ് അവർ. ഇനി ഒരിക്കലും ഈ കമ്പനി ഇവിടെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഈ പ്രദേശവാസികളും സമരസമിതി പ്രവർത്തകരുമുള്ളത്. ബെൻസൺ ബാബു, മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.